ഹലോ കൂട്ടുകാരെ, സാത്വിക് ആറ്റസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 10-12 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു വെച്ച് നമ്മൾ ചക്കര സീസണല്ല, അപ്പോൾ ചക്കക്കുരു വെച്ച് കട്ട്ലേറ്റ് ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. 4 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് 2ആക്കി കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് ക്യാരറ്റ് പീൽ ചെയ്ത് കഴുകി 2ആക്കി ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. 2ആക്കി ഇട്ട് കൊടുത്ത് അപ്പോൾ ഓക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേസ്റ്റിനായി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാൻ. വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. ഇനി അതിന് ആവശ്യമുള്ള കുക്കർ വേവിക്കാൻ വെച്ച് 4 വിസിലടിക്കാം. ഇനി 2 സവാള മീഡിയം സൈസ്, 4-5 പച്ചമുളക് എരിവനുസരിച്ച്, 10-15 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി 3 ഇഞ്ചി. അപ്പോൾ ഈ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ചതച്ചെടുക്കാവോ കേട്ടോ, മിക്സറിൻ്റെ പാത്രത്തിൽ. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെച്ചാൽ അതിൽ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാള, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള കേട്ടോ. സവാള നന്നായിട്ട് വാടാൻ പാടില്ല, അപ്പോൾ ചുമക്കാൻ പാടില്ല. ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിനി അതിലേക്ക് ആ 4 പച്ചമുളകും 10-12 അല്ലി വെളുത്തുള്ളിയും ആ ഇഞ്ചി 3 ഇഞ്ചിൻ്റെ ഇഞ്ചി പൊടിച്ചില്ലേ മിക്സിയിൽ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടി വരുന്നോട്ടെ നന്നായിട്ട്. എന്നിട്ട് നമുക്ക് ഇനി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് ബാക്കി ഇനി അതൊന്ന് തീ കുറച്ച് വെക്കാം നമുക്ക് ചെറുതായിട്ട്. ഇനി അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ, മറക്കരുതേ. ഇനി അത് നമ്മൾ ഇട്ട് കൊടുത്ത് എല്ലാം കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കേനെ. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നമ്മൾ ക്യാരറ്റും നമ്മുടെ ചക്കക്കുരും കൂടി അരച്ചാൽ, അപ്പോൾ ചക്കക്കുരു ആദ്യം മിക്സിയിലിട്ട് ഇടാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടിച്ച മിക്സിയില്ലേ അതിലിട്ട് ഇടാം, ഒന്ന് പൊടിച്ചു കൊടുക്കാം ചക്കക്കുരു. എന്നിട്ട് അതിലോട്ട് ക്യാരറ്റ് ആദ്യം ഇട്ടാൽ അരയൂല കേട്ടോ, പൊടിയൂല ചക്കക്കുരു പൊടിച്ച് ക്യാരറ്റ് പൊടിച്ചത് ഇട്ട് കൊടുത്ത് അത് വെള്ളം പറ്റി വരുമ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിന് നിറം അങ്ങനെ ഇരിക്കണത് നമ്മൾ അതിൽ ഗരം മസാല ചേർത്തിരുന്നില്ല പുഴുങ്ങുമ്പോൾ, അതാണ് നിറം വ്യത്യാസം കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഇങ്ങനെ ഉടച്ച് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. വെള്ളം ശരിക്കും വറ്റിച്ചെടുക്കണം, അടി പിടിച്ച് കൊടുക്കും. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി, വെള്ളം വറ്റിയെന്ന് അറിയാനില്ല. അടി പിടിക്കണ കണ്ട. അത് കഴിഞ്ഞ് നമുക്കിതിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചാൽ മല്ലിയില 1/2 ബൗൾ ഉണ്ടായിരുന്നില്ലേ. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അതിലേക്ക് 3 ബ്രെഡിൻ്റെ സ്ലൈസ്, റൊട്ടിയാണ് കേട്ടോ, സ്വീറ്റ് ബ്രെഡല്ല, മധുരം കുറഞ്ഞ ബ്രെഡിൻ്റെ സ്ലൈസ് പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൂത്രമുണ്ട്. നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരുന്നു 1/2 കപ്പ്, വെള്ളത്തിലിട്ട് തലേദിവസം നനച്ചത് വേവിച്ച് വെച്ചിരുന്ന് ആ ഗ്രീൻ പീസ് നേരെ ഈ നമ്മൾ മസാലയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നേരെ തീയിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി നമുക്ക് പകുതി അങ്ങനെ ചേർത്ത് കൊടുക്കാം, 4-5 ടീസ്പൂൺ ബാക്കി നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത് ചെയ്യണേ എല്ലാവരും. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ ബ്രെഡ് ക്രംസ് വേണ്ടേ, അതിന് വേണ്ടി ബ്രെഡ് കുറച്ച് പൊടിച്ചെടുത്ത് വയ്ക്കുകയാണ് കട്ട്ലേറ്റ് മുക്കാൻ. കട്ട്ലേറ്റ് നമ്മൾ ആ നേരത്തുണ്ട് ചൂടാറിയത് ഉണ്ടയാക്കി ഷേപ്പാക്കി വച്ചിട്ടുണ്ട്. കയ്യിലിട്ട് ഉരുട്ടിയിട്ട് ഒന്ന് അമുക്കിയിട്ട് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിന് വേണ്ടി 5 ടേബിൾ സ്പൂൺ മൈദ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സ്മിത്ത് ആൻഡ് ജോൺസിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്തത്. 1/4 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവൂ. ലംസ് വരാണ്ടിരിക്കാനാണ് പറയുന്നത്, കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാവൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കൂട്ടുകാർക്കും അറിയുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചാനൽ റീച്ചാകും, എല്ലാവരുടെ എത്തും. അപ്പോൾ ബെൽ ബട്ടൺ അമർത്തണം, എന്നാലേ നമ്മുടെ
പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിക്കും പാടില്ല, ഭയങ്കര തിന്നും പാടില്ല, മീഡിയം കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്റർ. കണ്ട ഞാൻ കട്ട്ലേറ്റ് നമുക്ക് അതിൽ മുക്കിയിട്ട് അതിൽ വെള്ളം ശരിക്കും ഒന്ന് ഇത് ചെയ്ത് കളഞ്ഞ് കയ്യിൽ നിന്ന് വെള്ളം പോകണം കേട്ടോ. അതിൽ നിന്ന് അത് പോയിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇടാം. ബ്രെഡ് ക്രംസിൽ ഇട്ടാൽ മറ്റേ കൈ കൊണ്ട് ഒന്ന് തിരിച്ചും മറിച്ചെടുത്ത് അങ്ങനെ എടുത്ത് വെക്കാം. കണ്ട ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കണ്ട ഒന്ന് തിരിച്ചും മറിച്ചും വെക്കുമ്പോൾ കോട്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ഒരു 600 ഗ്രാം ഉരുളക്കിഴങ്ങ് ഉണ്ട്, 600-650 ഗ്രാം ഉരുളക്കിഴങ്ങ്, 200 ഗ്രാം ക്യാരറ്റ്, 10-12 നമ്മുടെ ചക്കക്കുരു, പിന്നെ ഗ്രീൻ പീസും കിട്ടി നമുക്ക് 30-35 കട്ട്ലേറ്റ് കിട്ടും കേട്ടോ. വലിയ കട്ട്ലേറ്റ് ആണെങ്കിൽ 25-25ഒക്കെ കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിനെയൊക്കെ വെല്ലും ഈ കട്ട്ലേറ്റ്. ഉണ്ടാക്കി നോക്കണം. എൻ്റെ എന്നെ അഭിപ്രായം അറിയിക്കണം കമൻറ്റ് സെക്ഷനിൽ. എങ്ങനെയുണ്ടെന്ന് പറയണം ഉണ്ടാക്കി നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം നമ്മൾ ഇങ്ങനെ മുക്കിയെടുത്ത് വയ്ക്കുകയാണ്. 10-35 ഉണ്ടാവും. അപ്പോൾ ഇല്ലായിരിക്കും നമുക്ക് ടിഫിന് കൊടുത്ത് വിടാം. എന്നിട്ട് വീട്ടിൽ വല്ല ബർത്ത്ഡേ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ വെജിറ്റേറിയൻസാണ്. അപ്പോൾ ഞങ്ങൾ വെജിറ്റേറിയൻ വിഭവങ്ങളെ ചെയ്യുള്ളൂ. നമ്മുടെ ചാനലും വെജിറ്റേറിയൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാക്കിയിട്ട് മുക്കാൽ അല്ലെങ്കിൽ കട്ട്ലേറ്റ് മുങ്ങണ വരെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടാകുമ്പോൾ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. അത് ചുമന്ന് വരും. എന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കാം. ശരിക്കും കട്ട്ലേറ്റ് കടയിലൊക്കെ വറക്കണം നമ്മൾ ഫുൾ എണ്ണയിൽ നിറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് വറക്കണം. അപ്പോൾ പെട്ടെന്ന് നല്ല കറക്റ്റ് കളറിൽ കിട്ടും. ഇങ്ങനെ പാടുകൾ ഉണ്ടാവില്ല കട്ട്ലേറ്റിൽ. ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പറഞ്ഞാൽ അത് ഈ കട്ട്ലേറ്റിൻ്റെ എണ്ണ പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല, കളയണം. അപ്പോൾ അത് കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യണേ കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. എണ്ണ കുറച്ചത് ഒരു 1/2 മിനിറ്റ് എത്രയും എണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോഗ്രാഫറാണ് മൂത്ത മോള്, ഇയാളെ ആളുങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് നന്നായിട്ട് അവർ ടിഫിനിലും കൊണ്ടുപോയത് കട്ട്ലേറ്റാണെന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് 10:30 ബെല്ലടിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം, ട്രൈ ചെയ്യണം റെസിപ്പി. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.